സൈജു ചേട്ടന്റെ ഒരു ചോദ്യത്തിൽ നിന്നുണ്ടായ സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്നത്. ഇത് സൈജു ഗ്രൂപ്പിന്റെ അഭിലാഷമാണ്. സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല. അപ്പൊ ഇതും കൂടെ ഇല്ലാണ്ടായി പിന്നെ ഞാൻ കരിയർ അവസാനിപ്പിക്കേണ്ടി വരും. സിനിമ ഇറങ്ങിയതിന്റെ തലേ ദിവസം നമ്മൾ മറ്റേ ഭയങ്കര ടെൻഷൻ അടിച്ച് ഉണ്ടാവോ? അത് ഉണ്ടാവോ? എന്താ ചെയ്യാ ഈ തലേ ദിവസങ്ങളില്? പണ്ടായിരുന്നെങ്കിൽ വെള്ളമടിച്ചാനെ. ആക്ടിങ് നിർത്തിയതാണ് ആ സമയത്ത്. കബൂറ ആവട്ടെ നീ അധികം പോയി കഴിഞ്ഞാൽ നടപടിയാവൂലെന്ന്. ഇതില് സ്ലാങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഒരു മലപ്പുറം സ്ലാങ്ങിലല്ലേ എല്ലാവരും സംസാരിക്കുന്നത് അല്ലേ? പാടായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചത് കൊച്ചിയിലാ, ഡബ്ബയിൽ നിന്നപ്പോഴാണ് പാടി. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇന്ന് ടീം അഭിലാഷമാണ്. അപ്പോ അഭിലാഷ് കുമാർ, താജു, ഷെറിൻ ആൻഡ് ഇവരുടെയൊക്കെ തല ഡയറക്ടർ ഷംസു അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. മണിയറയിൽ അശോകൻ ചെയ്യുന്ന സമയത്ത് അശോകനായിട്ട് തളത്തിൽ ദിലേശിനെ പോലെ ഒരാള്, അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ. അഭിലാഷത്തില് അഭിലാഷ് കുമാറിന്റെ റെഫറൻസ് എന്തായിരുന്നു? അഭിലാഷ് കുമാറിന്റെ റെഫറൻസ് എൻ്റെ നാട്ടിലെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ തന്നെയാണ്. പേര് പറയാം, ഇപ്പം ഞാനൊരു മുസ്ലിം മെജോറിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. മലപ്പുറം കോട്ടയ്ക്കലാണ് വീട്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അർജുൻ, പ്രണവ്, സുധി എന്നൊക്കെ പറയുന്നത്. ഡിസൈനർ എൻ്റെ ഫ്രണ്ടാ. അപ്പം അവർക്കൊക്കെ ഉണ്ടായ പ്രേമങ്ങളും അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ അവർക്ക് പ്രേമിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, അവരുടെ ഒരു ലൈഫിന്റെ ജേർണി ഉണ്ട്. പ്രത്യേകിച്ച് സ്ലാങ് അടക്കം ഭയങ്കര ടിപ്പിക്കൽ മലപ്പുറം സ്ലാങ് ആയിരിക്കില്ല, കാരണം ഇവരുടെ വേരുകൾ പാലക്കാട്, കണ്ണൂർ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു മീറ്ററാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അഭിലാഷിൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബൈ സൈജു ചേട്ടൻ ചോദിച്ചാൽ എന്താ പറയാ? വേറെ ഹിറ്റ് ഒന്നുമില്ല. അല്ല, ചുമ്മാ പറയാം. അതായത് സൈജു ചേട്ടന്റെ ഒരു ചോദ്യത്തിൽ നിന്നുണ്ടായ സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്നത്. ഇത് സൈജു ചേട്ടന്റെ പ്രൊജക്റ്റാണ്, അങ്ങനെ ഇതിനെ കൃത്യമായിട്ട് പറയാം. ഇത് സൈജു ഗ്രൂപ്പിന്റെ അഭിലാഷമാണ്. അല്ലല്ല, ഇതൊരു ഈ പടം സഹിച്ചേട്ടൻ ഒരു ബാധ്യത ആവില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇല്ല, പാട്ടൊക്കെ കേട്ടിട്ട് സംഭവം നൈസ് ആട്ടോ. ഒന്ന് സഹിച്ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ട് അഭിലാഷ് കുമാർ. സഹിച്ചേട്ടാ, ഇപ്പോഴും ഈ ഗുണ്ടജയനുമായിട്ട് അരുൺ വരുമ്പോ ലീഡ് റോളിന് അരുൺ ഇത് വേണ്ട എന്ന് പറയുന്ന സ്വഭാവം ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ അതില്ല, കാരണം സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല. അപ്പൊ ഇതും കൂടെ ഇല്ലാണ്ടായി പിന്നെ ഞാൻ കരിയർ അവസാനിപ്പിക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് വിളിച്ച്, ഞാൻ പണ്ട് ഈ സിനിമകൾ കുറവായിരുന്നപ്പോഴത്തേക്കും വിളിച്ച് ചാൻസ് ചോദിക്കുമായിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഇപ്പൊ സപ്പോർട്ടിംഗ് റോളിന് വേണ്ടി ചാൻസ് ചോദിച്ചോണ്ടിരിക്കുക. ഓസ്ലർ എന്ന് പറഞ്ഞ പടത്തിൽ അങ്ങനെ കയറിയതാ. മിഥുനോട് ഞാൻ പറഞ്ഞു, മിഥുൻ എനിക്ക് എന്താണ് എന്റെ ഒരു ഏരിയ എന്ന് വെച്ചാൽ സപ്പോർട്ടിംഗ് റോളാണ്, ഇപ്പൊ ആരും സപ്പോർട്ടിംഗ് റോളിന് വിളിക്കുന്നില്ല. അപ്പൊ ചേട്ടന്റെ സംഭവം എനിക്ക് മനസ്സിലായി, ആ ഒരു കൺസേൺ മനസ്സിലായി. പക്ഷെ ചേട്ടൻ ബുദ്ധിമാനാണ് എന്നുവെച്ചാൽ പലരും ആലോചിക്കാത്ത കാര്യമാണ് ചേട്ടൻ ആലോചിച്ചത്. അതായത് അങ്ങോട്ട് വിളിച്ച് നമ്മൾ ഇത് ചെയ്യുവാണല്ലോ, സപ്പോർട്ടിംഗ് റോളാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഓസ്ലറിൽ തന്നെ കാസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദാവീദ് എന്ന് പറഞ്ഞ പടത്തില് ഇതേപോലെ ചാൻസ് വെച്ച് കയറിയതാണ്. അപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും ഞാൻ മറ്റേ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന പോലെ വീണ്ടും ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. വരാൻ പോണല്ലേ, അഭിലാഷം ഉണ്ട്, അബു വരാൻ പോണല്ലേ. യഷ് രാജ് പ്രൊഡക്ഷൻസ് വരെ വിളിച്ചിട്ട് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നോ പറയുന്ന ആളാണ് ഇരുന്ന് പറയുന്നത്. വിളിച്ചു ഇല്ലേ? പിന്നെ രാംചരന്റെ മൂവിക്ക് വിളിച്ചിട്ട് നോ പറഞ്ഞില്ലേ? രാംചരനല്ല, നമ്മുടെ ജൂനിയർ എൻ ടി ആർ. അല്ല, അതെന്താ സംഭവം അറിയാം? അത് നമ്മുടെ പടം ഉൾപ്പെടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയട്ടെ, അവർ 6 മാസത്തെ ഡേറ്റ് ചോദിച്ചു, എല്ലാ മാസവും 15 ദിവസം അങ്ങനെ. അപ്പം കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഈ കമ്മിറ്റ് ചെയ്ത മലയാളം പടങ്ങളൊക്കെ ഞാൻ തള്ളേണ്ടി വരും. അതിൻ്റെ അകത്തൊന്നും അഭിലാഷമാണ്. ഫോർ എക്സാമ്പിൾ, അഭിലാഷം എടുത്താൽ ഷംസു മാത്രമല്ല, ഷംസുവിൻ്റെ വീട്ടുകാർ, ഷംസുവിൻ്റെ ഫ്രണ്ട്സ്, അതേപോലെ ടെക്നീഷ്യന്മാരുടെ അവരുടെ വീട്ടുകാർ, ഇവരെല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ പ്രൊജക്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ഈ മാസം തുടങ്ങേണ്ട, നമുക്കൊരു 3 ദിവസം തള്ളാന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നിരാശരാകും. ഞാൻ ഇത്രയും പേരെ പറ്റി ആലോചിച്ചിട്ടാണ്. അപ്പം എനിക്ക് ഓക്കെ, അവിടെ പോയാൽ തെലുങ്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എങ്ങനെയെങ്കിലും പറയാം, നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും കിട്ടുന്നത്. അതെല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും ഈ 2-3 പ്രൊജക്ട്സ്, അതായത് ഇപ്പം ഷംസുനെ പോലെ റിലേറ്റീവ്ലി ന്യൂ കമർ അല്ലെങ്കിൽ ന്യൂ കമറിന്റെ പടങ്ങളാണ് ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ഗൂവിന്റെ ഡയറക്ടർ അദ്ദേഹം പുതുമുഖമായിരുന്നു. അപ്പൊ ഈ പടങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നേനെ. അപ്പം ഇത്രയും പേരാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതോർത്തിട്ടാണ് ഞാനത്. അതെ അതെ അതെ, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. സൈചേട്ടന്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ് അഭിലാഷം ഉണ്ടായെന്ന് പറഞ്ഞത്. ഏതാണ് ചോദ്യം? ഈ നന്മയില്ലേ, ഇതാണ് അഭിലാഷിന് വേണ്ടിയിരുന്നത്. അതാണ് കറക്റ്റ്. അത് ഏതായിരുന്നു ചോദ്യം?
ചോദ്യം ജെസ്സി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ആന്തോളജി സിനിമ ചെയ്തിരുന്നു. അതിൽ ജെസ്സി എന്ന് പറയുന്ന ഒരു അരമണിക്കൂർ സെഗ്മെന്റ് ഞാനാണ് ഡയറക്ട് ചെയ്തിരുന്നത്. അതിന്റെ ടീം തന്നെയാണ് ആക്ച്വലി അഭിലാഷം ചെയ്തിട്ടുള്ളത്. ഒരു 99% ആൾക്കാരും സെയിം ടീമാണ്. റൈറ്റർ, DOP, മ്യൂസിക്, അങ്ങനെയല്ല. അപ്പം ജെസ്സി കഴിഞ്ഞ് സൈചേട്ടനെ ഔട്ട് കണ്ട് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന മൊമെന്റിൽ സൈചേട്ടനെ വിളിക്കും, മുത്തേ നമുക്ക് ഇതൊരു ഫുൾ ലെങ്ത് പടാക്കിയല്ലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു അരമണിക്കൂറാണ് ഇതിന്റെ ഭംഗി, ഇതിനി ഫുള്ളാക്കി കഴിഞ്ഞാൽ രസമാവില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തേ നമുക്ക് ഇതുപോലത്തെ ഒരു പടം ചെയ്താലോ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ആ ജെസ്സിയിലൊരു 2 സീനിലൊരു ലവ് ട്രാക്ക് ഉണ്ട്, സൈചേട്ടൻ കുഞ്ഞു ലവ് ട്രാക്ക് ഉണ്ട്. അപ്പം അതിലൊരു കാമുക പരിപാടി നമുക്ക് രസമായിട്ട് തോന്നി. അങ്ങനെയാണ് അഭിലാഷം. ശരിക്കും ആക്ച്വലി ഇതുപോലെ തന്നെയല്ലേ മണിയറയിലെ അശോകനും ഉണ്ടായത്? ഒരു കുഞ്ഞു സാധനത്തിൽ നിന്നല്ലേ അത് വലുതായിട്ട് ഒരു സിനിമയായത്? അതെ, അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു കഥ, ഒരാളുടെ ഒരു ചെറിയ ഷോർട്ട് ലൈനിൽ നിന്നാണ് സിനിമയാക്കിയത്. ഇതും ആക്ച്വലി ഇതിലൊരു കോർ എലമെന്റ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ മലപ്പുറത്ത് നടന്നൊരു സ്മഗ്ലിംഗ് കേസ് ഉണ്ട്. അത് റിയലാണ്. അത് സിനിമയില് വരുമ്പോൾ അത് പക്ഷേ ഈ സ്മഗ്ലിംഗ് കേസ് എന്ന് കേൾക്കുമ്പോൾ ഉള്ള പരിപാടിയല്ല, ഒരു രസമുള്ള ഒരു ത്രെഡാണ്. അതൊരു വക്കീൽ നമ്മുടെ റൈറ്റർ പ്രശ്നമില്ലാത്ത സ്മഗ്ലിംഗ് ആണെന്ന് നമ്മുടെ റൈറ്ററുടെ സുഹൃത്ത് ജനിത് കാച്ചപ്പള്ളിയുടെ സുഹൃത്ത് ഒരു വക്കീലുണ്ട്, അജേഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് വന്നൊരു കേസിനെ പറ്റി പുള്ളി നമ്മുടെ റൈറ്ററോട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അഭിലാഷത്തിന്റെ കഥയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ആ റൈറ്റർ റോളിലാണ്, ആ വക്കീലിന്റെ കഥാപാത്രം ഇതിൽ നമ്മുടെ നവാസ് പള്ളിക്കുന്ന്, അജേഷ് ആലപ്പാട്ട്, അഡ്വക്കേറ്റ് അജേഷ് ആലപ്പാട്ടെ അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മണിയറയിലെ അശോകന്റെ കേസ് പറയുമ്പോ അതില് DQയും ഗ്രിഗറിയും ആ സ്ക്രിപ്റ്റും ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അഭിലാഷത്തിന്റെ കേസ് പറഞ്ഞ അങ്ങനെ ഒരു 2-3 ആളുകളെ പറയുകയാണെങ്കിൽ ആരെയാ പറയാ? ഈ ഇരിക്കുന്ന 3 പേരും കൃത്യമായിട്ട് പറയേണ്ട ആൾക്കാരാണ്. കാരണം ഒന്ന് ഒബ്വിയസ്ലി സൈചേട്ടന്റെ ഞാൻ വെറുതെ തള്ളാൻ പറഞ്ഞല്ല, സൈചേട്ടന്റെ ചോദ്യത്തിൽ നിന്നാണ് സിനിമ ഉണ്ടായത്. കാരണം അങ്ങനെ ഒരു സിനിമയെ പറ്റി അതുവരെ ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല. സൈചേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സിനിമ ചെയ്തുകൂടെന്ന് ആലോചിച്ചു. കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് ആ കഥയെ സെറ്റ് ചെയ്തു. എനിക്ക് ആ സിനിമയെ പുൾ ഓഫ് ചെയ്യാൻ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ എനിക്ക് അർജുനെ പോലൊരു സ്റ്റാർ അവിടെ ആവശ്യമായിരുന്നു. ഞാൻ വിളിച്ചു, വന്നു, അഭിനയിച്ചു, താജുവിനെ തകർത്തെടുക്കി. നമ്മുടെ സിനിമയിൽ ത്രൂ ഔട്ട് നിൽക്കേണ്ട ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ത്രൂ ഔട്ട് നിന്ന് പെർഫോം ചെയ്ത് അഭിലാഷിന് ഷെറിനോടുള്ള ഇഷ്ടം എത്രത്തോളമാണോ ആ ഇഷ്ടം ഓഡിയൻസിനോട് കൺവേ ചെയ്യാൻ നമുക്കൊരു നായിക വേണമായിരുന്നു. കൃത്യമായിട്ട് തൻവി അത് ചെയ്തിട്ടുണ്ട്. സൈചേട്ടൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പം അതത്ര ഈസി അല്ല ഒരു സിനിമയിലേക്ക് എത്തുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാസ്ക് ഏറ്റെടുത്തിട്ട് എഴുതി തന്ന എൻ്റെ റൈറ്റർ സുഹൃത്ത് ജനിത് കാച്ചപ്പള്ളി, അതുപോലെ കൂടെ നിന്ന ആൾക്കാർ, മ്യൂസിക് ചെയ്ത ശ്രീഹരി, DOP കാക്കു, എഡിറ്റർ നിമൽ, അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വട്ടം കൂട്ടുകാരുടെ ലിസ്റ്റ് ഉണ്ട്. അവരെല്ലാവരും അല്ല, സുഹൃത്തുക്കൾ. ഇപ്പം അർജുനും എന്നോടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ സിനിമയുടെ ഭാഗമാവുന്നത്. സൈചേട്ടനും എന്നോടുള്ള ജേണിയിൽ എന്നെ പേഴ്സണലി അറിയുന്നത് കൊണ്ടും ഞാനൊരു നല്ല സിനിമ ചെയ്യുന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടും ഒക്കെയാണ്. അപ്പം അതാണ്. സൈചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ചാൻസ് ചോദിക്കുന്ന കാര്യം ഉൾപ്പെടെ ഞാനൊരു ആവറേജ് ആക്ടറാണ്, അപ്പൊ എനിക്ക് സർവൈവ് ചെയ്ത് പോകാൻ ഞാൻ അങ്ങോട്ട് റോളുകൾ ചോദിക്കാറുണ്ട് ഡയറക്ടേഴ്സിന്റെ അടുത്ത്, എനിക്ക് അറിയാവുന്നവരുടെ അടുത്തൊക്കെ. ഈ ആവറേജ് ആക്ടർ എന്ന് പറയുന്നത് ആദ്യം തൊട്ട് സൈചേട്ടൻ്റെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഒരുവിധം ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും താങ്കൾ ഉണ്ടേനും. ഒരുവിധം എപ്പോഴും പറഞ്ഞാലും ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ സൈജു കുറുമ്പിനെ കാണാണ്ട് പോരാറില്ല, മിക്കവാറും എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആസ് എൻ ആക്ടർ ഓക്കെ, നോട്ട് എൻ ആവറേജ് ബട്ട് സ്റ്റിൽ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, ഞാൻ കൊള്ളാം കേട്ടോ, എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് തോന്നിയൊരു സമയം ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു ഫിലിം, അത് ഏതായിരുന്നു? അത് ഈ 2009-10 മുല്ല, പിന്നെ VKPയുടെ കർമ്മയോഗി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, പിന്നെ ഡബിൾസ് എന്ന് പറഞ്ഞൊരു സിനിമ. അവിടെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ എൻ്റെ കൈനെ പറ്റി ബോധമല്ല. ഈ കൈ കോർഡിനേഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പം ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല, കൈ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ കൈനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഈ ചൂണ്ടുന്ന ഒരു ഭയങ്കര നമുക്കെല്ലാവർക്കും ശീലമുള്ളൊരു സാധനമാണ് ചൂണ്ടി. അതായത് സിനിമയിൽ കേട്ടോ, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ചൂണ്ടിയെ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും ചൂണ്ടി സംസാരിക്കും. അപ്പോൾ ഈ ചൂണ്ടലൊക്കെ എൻ്റെ ചൂണ്ടൽ ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ പടത്തിൽ അഭിനയിച്ചായിരിക്കും, ഈ മുല്ല തൊട്ടാണെന്ന് തോന്നുന്നു, അവിടെ തൊട്ട് ചില സീൻസിലൊക്കെ എൻ്റെ കൈനെ പറ്റി ബോധമില്ലെന്നുള്ളൊരു തോന്നൽ ഈ സീൻ അഭിനയിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ഓക്കെ നല്ലതാണ്. പിന്നെ ഒരു ഘട്ടം വന്നപ്പോൾ പിന്നെ ഫുൾ പടം കൈനെ പറ്റി ഞാൻ ബോധമില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു. അപ്പം ദെർ വാസ് സം ഇംപ്രൂവ്മെൻറ്റ്. അപ്പം അങ്ങനെ സംഭവിച്ചതാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ബോൺ ആക്ടേഴ്സ് അല്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് അഭിനയം പഠിച്ച ഒരാളാണ്.
still I am an average actor and there are a lot of ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട് ഇനിയും, ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനും ക്യാരക്ടേഴ്സ് ചെയ്യാനും. ഇപ്പം നമുക്ക് ഓരോ പടങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സിനിമ വീണ്ടും ആ കഥാപാത്രം വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് പോകും. അപ്പം നമ്മളിൽ തന്നെ ഉണ്ട് അതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ ഇപ്പം ദാവീദായാലും അതിലൊക്കെ നമ്മൾ ഇപ്പം ഞാൻ കാണുമ്പോഴത്തേക്കും ദാവീദ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എനിക്ക്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം അടുത്ത ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴത്തേക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ ലീഡ് റോളുകളുടെ ആവശ്യത്തിൽ വരുന്നുണ്ടല്ലോ, പിന്നെ അപ്പൊ ക്യാരക്ടർ റോളുകൾ ചോദിക്കുന്നത് എന്താ? ഈ ലീഡ് റോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വണ്ടിയാണ്, റെസ്പോൺസിബിലിറ്റി കൂടുതൽ. ഇതെങ്ങാനും ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ പാരലായിട്ടൊരു ചെറിയ വണ്ടിയും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് നമുക്ക് യാത്ര ചെയ്യണ്ടേ, വണ്ടി ഓടിക്കണ്ടേ? അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ വണ്ടിയും കൂടെ നമ്മൾ കൂടെ കൊണ്ടുപോയാൽ നല്ലതെന്ന് എനിക്കൊരു തോന്നൽ വന്നത്. പിന്നെ ഞാൻ ചെറിയ വണ്ടിയുടെ ആളാണ്, അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് കൂടുതൽ കോൺഫിഡൻസ് ഉള്ളൊരു കാര്യം. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. ഇപ്പം ഇന്നൊരു ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ചാണ് കോളേജ് പ്രൊമോഷൻസിൽ പോകുന്നതിനെ പറ്റി. ഇപ്പം നമ്മൾ നായകനായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ അല്ലേ? സപ്പോർട്ടിംഗ് റോൾ ആണെങ്കിൽ നായകൻ പൊക്കോളും, നമ്മൾ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ പോയാൽ ബിക്കോസ് എനിക്ക് ക്രൗഡ് ഭയങ്കര പ്രശ്നമാണ്. ക്രൗഡിലേക്ക് ചെല്ലുക, ഈ ഏറ്റവും വലിയ പ്രശ്നം ക്രൗഡിലേക്ക് ചെല്ലുന്നത് കുഴപ്പമില്ല, നമുക്ക് മൈക്ക് തരുമല്ലോ, ഇതിൽ പിന്നെ എന്താ സംസാരിക്കേണ്ടത്. അപ്പം അങ്ങനത്തേക്കുള്ള അവസ്ഥകൾ വരുമ്പോഴത്തേക്ക് ഇപ്പം കോളേജ് പിന്നെയും ഒരു പരിധി ഓക്കെയാണ്. ചില ഫംഗ്ഷൻസിനൊക്കെ വിളിച്ചാൽ അവിടെ ചെന്നിട്ട് അപ്പം നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് വളരെ പുതുമയുള്ളൊരു ഏരിയ ആയിരിക്കും. ഈ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ആളെ മാത്രമേ നമുക്ക് പരിചയം കാണുള്ളൂ. നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഏരിയയെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഒന്നും സംസാരിക്കാനില്ല, എന്താ സംസാരിക്കേണ്ടത് അല്ലേ? പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെന്ന് പോലും പറയാൻ പറ്റില്ല, വെച്ചാൽ എൻ്റെ നാടല്ലത്, വേറെ സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ മലയാളം അത്ര ഭീകരമായിട്ട് ഈ സ്പീച്ചിന്റെ ഒക്കെ രീതിയിലുള്ളൊരു ഫ്ലുവൻസി എനിക്കില്ല. അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും എഴുതി തന്നാൽ തന്നെ അതെനിക്ക് ബൈഹാർട്ട് പഠിച്ചിട്ട് പറയാനും പറ്റില്ല, അതിനുള്ള മെമ്മറി ഇല്ല ഇപ്പം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം കമ്മിങ് ബാക്ക് ടു എ പോയിന്റ്, നായകൻ അപ്പം സപ്പോർട്ടിംഗ് റോളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് വേരിഡ് കഥാപാത്രങ്ങൾ. ഇപ്പം എൻ്റെ പല സപ്പോർട്ടിംഗ് റോൾ കഥാപാത്രങ്ങളാണ് ആൾക്കാർ പറയുന്നത് പേര് വെച്ചിട്ട്. ഇപ്പോൾ ഒരു അറക്കൽ അബു ആയാലും, അല്ലെങ്കിൽ അജയൻ എന്ന് പറഞ്ഞ മാളികപ്പുറത്തിലെ ക്യാരക്ടർ ആയാലും, അല്ലെങ്കിൽ ഭീമാപ്പള്ളി നൗഷാദ്, പ്രസന്നൻ, ജോണി പെരുങ്ങോടൻ, ഇതൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ സപ്പോർട്ടിംഗ് റോൾസ് ആണ്. ഇപ്പം ഞാൻ നായകനായിട്ട് അഭിനയിച്ച ഒരു റോള് ചോദിച്ചാൽ, ഇപ്പം എൻ്റെ ഫസ്റ്റ് പടത്തിന്റെ അന്ന് ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ആ പടം പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും അല്ലേ? അപ്പം നായകനായിട്ട് അഭിനയിച്ച അപ്പം ഷംസും ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇനിയിപ്പോൾ അഭിലാഷത്തിന് ശേഷം അഭിലാഷ് എന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങട്ടെ, അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി സക്സസ്ഫുൾ. അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് വരും, ഓക്കെ സപ്പോർട്ടിംഗ് റോൾ വരുന്നില്ലേലും കുഴപ്പമില്ല, പക്ഷെ സപ്പോർട്ടിംഗ് റോളിന് വേണ്ടി ചാൻസ് ചോദിക്കലേ നിർത്തുകയില്ല. അത് ഞാൻ എപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും. ഡയറക്ടേഴ്സ് പ്ലീസ് നോട്ട്. ഇപ്പൊ സായി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അർജുനും ഇപ്പൊ സപ്പോർട്ടിംഗ് റോൾ ആണോ ലീഡ് റോൾ ആണോ അങ്ങനെ നോക്കലൊന്നുമില്ല. ഒരുവിധം വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. ഈ ടെൻഷൻ ഉണ്ടോ ലീഡ് റോൾ ചെയ്യുമ്പോൾ? നമ്മുടെ തലയിലാണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. ലീഡ് റോൾ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇപ്പൊ സപ്പോർട്ടിംഗ് റോൾ ചെയ്യണേക്കാട്ടും കൂടുതൽ ഹെവിനെസ് ഉണ്ടാവും എന്തായാലും. കാരണം വെച്ചാല് അത് നന്നായാലും ഗുണം നമുക്കും ടീമിന് തന്നെയാണ്. പിന്നീട് നല്ല പ്രൊഡക്ഷൻ ആയാലും നല്ല പ്രൊഡ്യൂസേഴ്സ് ആയാലും നമ്മൾ വിശ്വസിച്ച് നായകനാക്കി പടം ചെയ്യാനുള്ള ഒരു വിശ്വാസം കാണിക്കും. അത് മോശമായാലും പ്രശ്നം കൂടുതലും നമുക്കും ഡയറക്ടേഴ്സിനും മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്. കാരണം പിന്നെ ഒരു പ്രൊഡക്ഷൻ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സേഫ് സൈഡ് അല്ല, ഇപ്പം ഞാൻ സിനിമയിൽ വരുന്നത് ഒരു ആക്ടറായിട്ട് നിലനിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളൊരു ആഗ്രഹം, സിനിമയിൽ ഒരു ഭാഗമായിട്ട് നിൽക്കണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ്. പക്ഷെ എന്തെങ്കിലും സഹായിച്ചിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കുറച്ച് പടങ്ങൾ നായകനായിട്ടൊക്കെ അവർ തീരുമാനിച്ച്, പിന്നെ ഒരു ഭാഗ്യം പോലെയാണല്ലോ. ഇപ്പോൾ സുമതി തന്നെ ചെയ്യാൻ പറ്റിയതാണെങ്കിലും സുമതി കുറച്ച് അത്യാവശ്യം എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. കാരണം അത്യാവശ്യം നല്ല എന്നെ വെച്ചിട്ടൊക്കെ ഒരു പ്രൊഡക്ഷൻ നോക്കുമ്പോൾ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഡയറക്ടറും റൈറ്ററും എടുത്തൊരു തീരുമാനം, പ്രൊഡ്യൂസർ അതിന് കൂടെ നിന്നതും, പിന്നെ ഒബ്വിയസ്ലി മാളികപ്പുറം എന്നുള്ള ബാനർ ഉള്ളതുകൊണ്ട് അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായാലും ഇവരോട് ഓൾറെഡി ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അവർ ചെയ്യുന്ന പടം മോശമാവില്ല എന്നുള്ളത്.
അപ്പൊ എല്ലാം കൂടി ഒത്തു വന്നതൊക്കെ ഒരു ഭാഗ്യം. കാരണം എന്നെ അല്ലെങ്കിൽ വേറെ ആളെ വെച്ചാൽ അവർക്ക് പടം ചെയ്യാം. അപ്പൊ അതൊക്കെ നമ്മള് ചെയ്ത അല്ലെങ്കിൽ വീട്ടുകാര് പ്രാർത്ഥിച്ചതിന്റെ ഒക്കെ ഒരു ഭാഗ്യമായിട്ട്. പിന്നെ അത് വന്നു കഴിയുമ്പോ കട്ടൊക്കെ കൂടെ നിന്ന് പൊളിക്കുക, മാക്സിമം അങ്ങനെ ചെയ്തൊപ്പിക്കാന്ന്. വാട്ട് കൈൻഡ് ഓഫ് ആൻ ആക്ടർ ആയോ? അതായത് ഈ സിനിമ ഇറങ്ങിയതിന്റെ തലേ ദിവസം നമ്മൾ മറ്റേ ഭയങ്കര ടെൻഷൻ അടിച്ച് ഉണ്ടാവോ? അത് ഉണ്ടാവോ? എന്താ ചെയ്യാ ഈ തലേ ദിവസങ്ങളില്? പണ്ടായിരുന്നെങ്കിൽ വെള്ളമടിച്ചാനെ. കൊണ്ട് പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. കാരണം പെട്ടെന്ന് ഫീൽ ആവും എനിക്ക് എന്തായാലും. ഇപ്പൊ ചിരിക്കാനായാലും പെട്ടെന്ന് ചിരിക്കും ഭയങ്കരമായിട്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, എല്ലാവർക്കും ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോ പടം റിലീസ് ചെയ്തിപ്പോ പടം അത്യാവശ്യം നല്ല രീതിക്ക് പോയില്ല വെച്ചാൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ അടുത്ത പരിപാടി പിടിക്കണം എന്നുണ്ടാവും, പക്ഷെ മനസ്സിൽ ഈ സങ്കടം ഉണ്ടാവും. അപ്പൊ മാക്സിമം അത് ഇപ്പൊ കുറച്ചുകൊണ്ടിരിക്കണം. എക്സ്പെക്ടേഷൻ ഇല്ലാത്ത രീതിയിൽ മാക്സിമം പോണം. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പടങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാവണം, നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആവണം എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ. ഈ താജുവിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ പറഞ്ഞ എന്താ പറയാ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. കാരണം താജുവാണ് എന്റെ അകത്ത് സ്മഗ്ലർ. പറയാൻ പറ്റില്ല, ചെറിയ ടൈപ്പിലെ പ്രശ്നമില്ലാത്ത സ്മഗ്ലിംഗ് ചെയ്യുന്ന ആള്. ചെറിയ നിസ്സാര സ്മഗ്ലിംഗ്. ഇപ്പൊ ഈ പോസ്റ്ററിലൊക്കെ കാണണല്ലോ ഇവരുടെ പ്രേമത്തിന്റെ ഇടയിൽ ഒരു ബാധ്യതയായിട്ട് വന്നിരുന്നു സ്വർഗത്തിലെ കട്ടുറുമ്പ്. അതന്നെ, ഒരു വട്ടനായ കട്ടുറുമ്പാണ്. അപ്പൊ ഇവന് ഏകദേശം ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരു ക്യാരക്ടർ. വായിക്ക് ബ്രേക്ക് ഇല്ല, എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലൊക്കെ ഇങ്ങനെ. പക്ഷെ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടായിരിക്കും. ഹാപ്പിയാണ്. മറ്റേ പുത്തൻ പടക്കാരന്റെ ചെറിയ അഹങ്കാരം, പിന്നെ ചെറിയ മറ്റേ മന്തി ബിസിനസ് ആണ്. പക്ഷെ അത് ഇന്റർനാഷണൽ അൽത്താജ് മന്തിയാണ്. പക്ഷെ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ തുടങ്ങാനുള്ള മൂഡിലുള്ള KFCക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധനം TFC. പക്ഷെ വന്നിട്ടുണ്ട് മറ്റേ ഷൂട്ട് ചെയ്തു പ്രേമലൂല്. ശരിയാ, പ്രേമലൂല് എല്ലാം മിണ്ടാതിരിക്കും. പണ്ടെടുത്ത പടം അപ്പൊ ഇതാണ് ആദ്യം ഷൂട്ട് ചെയ്ത്? അതിന് മുമ്പ് അങ്ങനല്ല, ഒരുമിച്ച ഷൂട്ട് ചെയ്തത്. അല്ലല്ല, അത് എപ്പോഴാ ഷൂട്ട് ചെയ്തെന്നുള്ളതല്ല, പക്ഷെ പ്രേമലൂലാണ് ആദ്യം വന്നത്. അപ്പൊ നമ്മള് അതറിയുന്നില്ല. നമുക്കറിയാവുന്ന TFC ആണല്ലോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഒരു കെയർ ഫ്രീ ആണ്, പക്ഷെ ബിസിനസ്സിൽ അഗ്രഗണ്യനാണ്. ഇതൊക്കെയാണ് അവൻ സ്വയം വിചാരിക്കണേ. അവന്റെ ഓരോരോ വിചാരങ്ങൾ. ഹാപ്പി മച്ചാനാണ്, ഭയങ്കര കെയറിംഗ് ആണ്, ഷെറിനെ വളയ്ക്കാൻ നടക്കുന്ന ഒരു മച്ചാനാണ്. ട്രയാങ്കിൾ ലവ് സ്റ്റോറിക്കാരനാവുന്ന ആളാണ്. ട്രയാങ്കിൾ ഞാൻ വെച്ചാൽ ഓക്കെയാണ്, പക്ഷെ ഞാൻ ഇടയ്ക്ക് ട്രയാങ്കിൾ ആക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ സായിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അർജുനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര വലിയ ആക്ടറൊന്നും അല്ലാന്ന് എനിക്ക് ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ പറവയുടെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചതെന്ന്. കാരണം ഓഡീഷൻ ചെയ്ത് കയറാൻ പറ്റുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. ഞാൻ ആക്ടിങ് നിർത്തിയതാണ് ആ സമയത്ത്. എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് ആണ് എന്റെ കൂട്ടുകാരും പിന്നെ സത്യം. അത് രണ്ടാമത്തെ പടം കഴിഞ്ഞോടെ നൈസായിട്ട് പറഞ്ഞു, മച്ചാനെ ഇത് കബൂറ ആവട്ടെ, നീ അധികം പോയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെന്തോ ഒബ്വിയസ്ലി ചിന്തിക്കുക, രണ്ടും നോക്കി, രണ്ടും നടക്കണില്ല. പിന്നെ എനിക്ക് വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഇനി പഠിക്കാനും പറ്റൂല, MBA ഒന്നും. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആയിരിക്കും. അപ്പൊ ഞാൻ ബിസിനസ് തുടങ്ങാന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്താണ് പറവയിലെ കാസ്റ്റിംഗ് കോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സിനിമയെ തന്നെ ഒരു ഭാഗമാണ്. കാരണം ഒരു സിനിമ ഒരു ചേഞ്ച് ആയത് ആ സമയത്താണ്. ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, ഒരു ചാപ്പാക്കുരിശൊക്കെ വന്ന് പരിപാടിയൊക്കെ മാറി വേറെ റിയലിസ്റ്റിക് പടങ്ങൾ എന്നൊക്കെ വന്ന് ഭയങ്കര ഒരു കൂടുതൽ കൊതി തോന്നിച്ചു തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ ഈ അവസ്ഥയെ കാരണമാണ് ഞാൻ ആദ്യം ബിസിനസ് തുടങ്ങി വെച്ചിട്ട് സിനിമയിൽ എന്തെങ്കിലും ഭാഗമാവാമെന്നാണ് ചിന്തിച്ചത്. അങ്ങനെയാണ് പറവയുടെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ സൗഭിക്കാനെ വിളിച്ചിട്ടൊന്ന് ഒരു AD അല്ലെങ്കിൽ ചോദിക്കും സംസാരിക്കുന്നൊക്കെ ചിലപ്പോഴാണ്. അങ്ങനെ എനിക്കും അച്ഛനും റോള് കിട്ടി. ബമ്പർ ലോട്ടറി രണ്ടുപേർക്കും റോള്. അവിടെ നിന്നാണ് ഇപ്പം അന്ന് പറവയ്ക്ക് വിളിക്കുമ്പോഴേ DQ ഉണ്ട്, DQന്റെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അന്നാ സീൻ ഞാൻ വിട്ടത് മതി എന്ന് പറഞ്ഞ അഭിലാഷമായിരുന്നു എന്റെ. അന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെ ഒരു ഡ്രീം. ഇപ്പോഴും അതന്നെ ഡ്രീം. അതിനുശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല അവരായിട്ട്. അന്ന് അഭിനയിച്ചില്ലേ? അന്ന് വെച്ചാ പിന്നെ നമുക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാകുമ്പോ പിന്നെ അഭിനയിക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ആരായാലും. എനിക്ക് ലാലേട്ടനോട് അഭിനയിക്കണം, ടോച്ചനോട് അഭിനയിക്കണം, പിന്നെ ചാക്കോച്ചൻ, എല്ലാവരും അടിപൊളിയാണ്. വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് ഇവരുടെ കൂടെയൊക്കെ. അപ്പൊ എനിക്ക് ചെയ്താൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹം. കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ പോകുമ്പോ ഭയങ്കര ടെൻഷനാണ്.
കാരണം വെച്ചാല് ഇതിപ്പോ ഡയറക്ടർ എന്ത് ഉദ്ദേശിക്കണേ, നമുക്ക് ആ പറഞ്ഞ രീതിക്ക് പരിപാടി കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പറഞ്ഞതിന്റെ അപ്പുറം കൊടുത്ത അവരെ ഹാപ്പി ആക്കലാണ് നമ്മുടെ കടമ. അപ്പൊ അത് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ചെന്ന് കഴിയുമ്പോ എന്തായാലും ടെൻഷനാണ്. ഒരു 2-3 ദിവസത്തേക്ക് വരെ ഭയങ്കര പണി. അപ്പൊ എനിക്ക് ഹോസ്റ്റലറിൽ ഇതാണ് പണി കിട്ടി. ആകെ ഒരു ദിവസമേ ഉള്ളൂ. ചെന്ന് സെറ്റ് ആകാൻ പോലും സമയമില്ല. അപ്പൊ അങ്ങനെ അതിന് കുറച്ചധികം സമയമൊക്കെ എടുത്തൊന്ന് പരിപാടി പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടാ പോയത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് സെറ്റ് ആവൂലാട്ടാന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, അവർ ആദ്യമായിട്ട് നല്ല കമന്റ് പറഞ്ഞ സിനിമ ഉണ്ടാവൂലോ. പറവ തന്നെ, പറവയാണല്ല പറക്കാൻ ചിറക് വന്നത് എനിക്ക്. അത് അടിപൊളിയാണ്, ഒരിക്കലും മറക്കൂല. ഓക്കെ, ഫൈനലി കമ്മിങ് ടു ഷെറിൻ. ഓളാ തട്ടുവിട്ടാലുണ്ടല്ല എന്റെ സാറേ എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു പാട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ഷെറിനെ കുറിച്ച് പറയും. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പം 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ടു കംപ്ലീറ്റ് യോഴ്സ്. ഇപ്പം അർജുൻ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിപ്പം സെറ്റിലുള്ള സമയത്തും ഓരോ ടേക്കിലും അർജുൻ എപ്പോഴും ബെറ്ററായിട്ട് ഒരു ടേക്ക് കൊടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ പറയുമ്പോഴത്തേക്ക് എനിക്കത് ഇടയിൽ കയറി പറയണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഷെറിൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ടെങ്കിലും പുറത്ത് ചിരിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഷെറിൻ്റെ. അപ്പം ഷെറിൻ നാട്ടിൽ വരുന്നതും പണ്ടത്തെ ഫ്രണ്ട്സിനെ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ്. ഇതില് സ്ലാങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഒരു മലപ്പുറം സ്ലാങ്ങിലല്ലേ എല്ലാവരും സംസാരിക്കുന്നത്, അല്ലേ? പാടായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചത് കൊച്ചിയിലാ, ഡബ്ബിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ ഡബ് ചെയ്യുന്നതെന്ന് അറിയായിരുന്നില്ലേ? അർജുനെ ഞാൻ നോക്കാൻ ഏൽപ്പിച്ചത് എന്റെ അസോസിയേറ്റിന്റെ അടുത്തായിരുന്നു, സാംസൺ. അവനാണ് എന്റെ ഡയലോഗ് പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കുമ്പോ ഞാനും അവനും കൊച്ചിക്കാരൻ. അവൻ മലപ്പുറം ഭാഷ കൊച്ചി ഭാഷയിലൊക്കെ എന്നോട് പറഞ്ഞു, ഞാനും ഡെലിവറി ചെയ്തു. നമുക്ക് ഒരുവിധം മലപ്പുറം സ്ലാങ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെറിയ ചായ്വ് വന്നാലും പ്രശ്നമില്ല. കാരണം ഇയാൾ ഇപ്പം ഷോപ്പ് തുടങ്ങാൻ പോകുന്ന കൊച്ചിയിലാണ്. അങ്ങനെ ആക്കിയെടുത്ത് ചുമ്മാ അല്ല, സ്ക്രിപ്റ്റിലുണ്ട്. കൊച്ചിന്ന് ഷെറിൻ വന്നപ്പോ ഓടി വന്നതാ. അതറിയാം, എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായത് കുറച്ച് പണിയെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ആ ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായില്ലേ മലപ്പുറം സ്ലാങ് വന്നിട്ടുണ്ട്. കറക്റ്റ് മലപ്പുറത്തെ ട്രെയിലർ ഞാൻ കണ്ടെടുത്തോളം വന്നിട്ടുണ്ട്. പക്ഷെ ഷെറിൻ ആക്ച്വലി കുറെ കാലമായിട്ട് മുംബൈയിലായിരുന്നു. അപ്പം ഷെറിൻ ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലിലൂടെ പോകുന്ന ഒരാളാണ്. അപ്പൊ ഷെറിന്റെ ഭാഷയിലും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അഭിലാഷും ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സുഹൃത്തുക്കളായിരുന്നു റെഫറൻസ്. അവരാരും ഭയങ്കര കൊളോക്കിയൽ മലപ്പുറം ഭാഷ സംസാരിക്കാനായിരുന്നില്ല. പക്ഷെ ചെറിയ വാക്കുകൾ, ഓള് എന്നൊക്കെ പറയുന്ന പോലത്തെ വാക്കുകളിൽ അത് കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് വേണ്ടിയിരുന്നത് ഇമോഷൻ കൺവേ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് സ്ലാങ് പിടിച്ച് അതിന്റെ ഗിമ്മിക്സ് കാണിക്കുക എന്നുള്ളതായിരുന്നില്ല പേർപ്പസ്. ഇത് എന്റെ വേർഷൻ ഓഫ് മലപ്പുറം ആണ്. അപ്പം എന്റെ മലപ്പുറം ഇങ്ങനെയാണെന്ന്, എന്റെ കിനാശ്ശേരി ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞോളൂ. എന്റെ മലപ്പുറം